അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് പോകാനുള്ളത് 2 കൊറിയർ ഉണ്ട്. കൊറിയർ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ജാസിൻ്റെ AC തീരെ തണുപ്പില്ല. ഇത് ഗ്യാസ് ഡ്രോപ്പ് ആയിക്കണം. ഞാൻ 2 ആഴ്ച മുമ്പാണ് ഗ്യാസ് അടിച്ചു വിടുന്നത് വണ്ടി. പക്ഷേ അന്ന് ഒരാൾ ചോദിച്ചാണ് ഇത് എവിടെ ലീക്ക് ഉണ്ടാവുമോ, ചെക്ക് ചെയ്തിട്ട് അടിക്കല്ലേ എന്ന്. കാരണം ലീക്കൊന്നും ഇല്ല, അടിച്ചാൽ മതി, ഒക്കെ സെറ്റാണ് പറഞ്ഞത്. അങ്ങനെ ഗ്യാസൊക്കെ അടിച്ചു. 2 ആഴ്ച അടിപൊളി വൻ കൂളിങ് സെറ്റപ്പ് സാധനം. ഭയങ്കര തണുപ്പിന്. അപ്പോൾ തണുത്തിന് പിന്നെ ഒരു 3-4 ദിവസം വണ്ടി നിർത്തിയിട്ടിന്. ഒന്ന് നമ്മൾ ഇടയ്ക്ക് പോയപ്പോൾ വണ്ടി എടുത്തിട്ടില്ല. ഇനി നിർത്തിയിട്ടതിന് ശേഷം വണ്ടി എടുത്തതിന് ശേഷം ഇതിനകത്ത് തണുപ്പ് പറഞ്ഞ സംഭവമല്ല. ഗ്യാസ് മൊത്തം ഡ്രോപ്പായി പോയി. അപ്പോൾ പ്രശ്നം എന്താണെന്ന് പിന്നെ വേറൊരു നല്ലൊരു എന്താണ് AC മെക്കാനിക്കിനെ കാണിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാ ഗ്യാസ് എന്താണ് കംപ്രസറിൻ്റെ അവിടെ എന്തോ ഒരു പൈപ്പിന് എന്തോ ഒരു ലീക്ക് ഉണ്ട് പറഞ്ഞ്. അപ്പോൾ വണ്ടി നിർത്തിയിട്ട് തന്നാൽ ഞാൻ മൊത്തം നന്നാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ 800-900 പോയി ഗ്യാസ് അടിച്ച ആദ്യത്തെ. ഇനി കൊണ്ടുപോയി രണ്ടാമത് ഗ്യാസിൻ്റെ ലീക്ക് എവിടെയെന്ന് കണ്ടുപിടിച്ചിട്ട് നോക്കണം, നന്നാക്കണം. അപ്പോൾ നമുക്ക് അവിടെ എന്നിട്ട് ഗ്യാസിന് എന്തായാലും നോക്കാം. നന്നാക്കിയതപ്പോൾ ആദ്യത്തെ ഗ്യാസ് അടിച്ച് വെറുതെ എന്തായാലും. ഇനി നമുക്ക് അത് പോയി നോക്കാം. ആദ്യം കൊറിയർ കൊടുക്കണം. അപ്പോൾ തന്നെ സമയം എത്ര? 11:40. 12 മണിക്ക് പോസ്റ്റ് ഓഫീസ് അടക്കും. അപ്പോൾ അവിടെ തിരിയണം. പോസ്റ്റ് ഓഫീസിലെ ലാഗുകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് AC മെക്കാനിക് കാണിക്കണം. AC ഓക്കെ അങ്ങനെ നമ്മൾ വണ്ടി പണിക്ക് വെച്ചിട്ട് ആ വണ്ടി പണിക്ക് കയറ്റി. ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എയർ അടിച്ച് നോക്കുകയാണ്. എയർ അടിച്ചിട്ട് എവിടെ നിന്നാണ് ലീക്കെന്ന് കൺഫേം ചെയ്യാണ്. കഴിഞ്ഞ പ്രാവശ്യം ഗ്യാസ് അടിച്ച് മൂജിയതാണല്ലോ. ഇപ്രാവശ്യം എയർ അടിച്ചിട്ട് ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അടിച്ചതിന് ശേഷം അപ്പോൾ ഇങ്ങനെ ഗ്യാസ് അങ്ങനെ എയറിൻ്റെ ഇതിങ്ങനെ കറക്റ്റ് കുറഞ്ഞ് കാണാം. അപ്പോൾ ലീക്ക് എവിടെ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ ലീക്ക് എവിടെ നിന്ന് കണ്ടുപിടിച്ചു. കൂളിംഗ് കോയിലിനാണ് ലീക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജാസിന് ഈ കൂളിംഗ് കോയിൽ എവിടെയെന്ന് വെച്ചാൽ ഡാഷ്ബോർഡിനകത്താണുള്ളത്. അപ്പോൾ ഡാഷ്ബോർഡിനകത്തായതുകൊണ്ട് തന്നെ വണ്ടി 2 ദിവസം നിർത്തണം. ഡാഷൊക്കെ അയച്ചിട്ട് സാധനം ഊരാനിട്ടുള്ളൂ. ഓരോ വണ്ടിക്ക് ഓരോരോ ഭാഗത്തുള്ള സാധനം കൊടുക്കല്. ഇതിനിങ്ങനെ സ്ഥലത്ത് കൊടുത്തത്. അപ്പോൾ ഒരു ഇടങ്ങാറാണ് സംഭവം. അപ്പോൾ നമുക്ക് വണ്ടിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങി. അപ്രോക്സിമേറ്റ് എത്ര 7 to 8K ആണ് ലേബറും സ്പെയറൊക്കെ പറഞ്ഞത്. അപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു പണി കിട്ടി. വെറും 1000 രൂപേനെ ഗ്യാസ് അടിച്ച് പിന്നെ വല്ല ചെറിയ ലീക്കൊക്കെ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയത്. പക്ഷെ വിചാരിച്ചമായിരുന്നല്ല അവിടെ പോയപ്പോഴുള്ള അവസ്ഥ. ഡാഷൊക്കെ അയച്ചിട്ട് പണിയെടുക്കണം. അപ്പം ഞാൻ അപ്പം കാണാൻ വേണ്ടി